അപ്പോൾ സുഹൃത്തുക്കളെ, ഇതാണ് 36 വർഷമായിട്ട് നോമ്പ് അനുഷ്ഠിക്കുന്ന വേലേതട്ടൻ്റെ വീട് കേട്ടോ. അപ്പോൾ നമ്മൾ ഇന്നലെ വിളിച്ചിരുന്നു വേലേതട്ടൻ നമ്മളോട് ഇന്ന് വരാൻ പറഞ്ഞു നോമ്പ് തുറക്കാൻ. അപ്പോൾ ഞാൻ വേലേതട്ടനെ കാണാൻ പോവാണ്. ആ വേലേതട്ടനെ കണ്ടിട്ട് നമുക്കൊരു പാട് വിശേഷങ്ങൾ പങ്കുവെക്കാൻ കേട്ടോ. അപ്പോൾ അദ്ദേഹം ഇവിടെ ഉണ്ട്, നമ്മളെ കാത്തിരിക്കട്ടെ കേട്ടോ. ഹലോ വേലേതട്ടോ, നമസ്കാരം. ഉഷാറല്ലേ? അപ്പോൾ നോമ്പൊക്കെയാണല്ലേ? ഞാൻ ഇന്ന് നിങ്ങളെ കൂടെ നോമ്പറക്കാൻ പോകുന്ന. ഹായ് സുഹൃത്തുക്കളെ, നമ്മളിന്നുള്ളത് കൊണ്ടോട്ടി കോടങ്ങാട് കൊടിയപ്പറമ്പ് എന്ന് പറഞ്ഞ സ്ഥലത്താട്ടോ. ഇന്നിപ്പോൾ റമദാൻ മാസം ഇന്ന് 16ആയി. റമദാൻ 16ആണ്, ഇന്ന് 16ാമത്തെ നോമ്പാണ്. അപ്പോൾ ഇന്ന് ഞാൻ ഇവിടെ വന്നത് ഈ ഒരു നോമ്പിന് ഇവിടെ വരാൻ കാരണം 36 വർഷത്തോളമായി റമദാൻ മാസത്തിലെ മുഴുവൻ നോമ്പും അനുഷ്ഠിക്കുന്ന വേലേതട്ടൻ്റെ വീട്ടിലാട്ടോ. ഇപ്പോൾ വേലേതട്ടന് ഇപ്പോൾ ഒരു ചെറിയൊരു ആക്സിഡൻറ്റ് പറ്റിയിട്ട് കാലിന് പ്ലാസ്റ്ററൊക്കെ ഇട്ട് വീട്ടിലിരിക്കുകയാണ്. എന്നിട്ടും മൂപ്പര് നോമ്പ് ഒഴിവാക്കിയിട്ടില്ല. നോമ്പിന് അദ്ദേഹത്തിൻ്റെ ഗുളികകളൊക്കെ രാത്രി കഴിക്കും. എന്നിട്ടും നോമ്പിനോടുള്ള അതിയായ മോഹം കൊണ്ട്, റമദാൻ മാസത്തോടുള്ള അതിയായ മോഹം കൊണ്ട് മൂപ്പര് ഇപ്പോഴും നോമ്പ് അനുഷ്ഠിച്ചു കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ മൂപ്പര് വിശേഷങ്ങൾ നിങ്ങളെ അറിയിക്കാൻ വേണ്ടി എന്ന് വന്നത്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ വേലേതട്ടൻ നമ്മളെ കൂടെ ഉണ്ട്. വേലേതട്ടൻ്റെ കാലിനിതാ പ്ലാസ്റ്റർ ഇട്ടൊക്കെയാണ്. അപ്പോൾ വേലേതട്ട അപ്പോൾ നിൽക്കാനൊക്കെ കഴിയുമോ? കുഴപ്പമില്ല, കുറച്ച് സുഖമായിട്ട് വരുന്നുണ്ട്. അപ്പോൾ നമ്മളിങ്ങനെ വീഡിയോ കാണുമ്പോൾ ആൾക്കാർ വെച്ചാൽ അദ്ദേഹത്തിന് ഇപ്പോൾ എന്താ നിർത്തിയിട്ടൊക്കെ വീഡിയോ എടുത്തതൊക്കെ ചോദിക്കും. വലിയ കുഴപ്പമില്ലല്ലോ, പ്രശ്നമില്ലല്ലോ. അപ്പോൾ ഇദ്ദേഹം ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം 36 വർഷമായി നോമ്പ് അനുഷ്ഠിക്കണേ, ഒരു നോമ്പ് ഒഴിവാക്കൂല. പിന്നെ അത് മാത്രമല്ല, ഇദ്ദേഹത്തിന് വേറെയും കുറച്ച് ജോലികളൊക്കെ ഉണ്ട് കേട്ടോ. അതൊക്കെ ഞാൻ വീഡിയോയിൽ നമുക്ക് പറയാം. അപ്പോൾ എങ്ങനെയുണ്ട് ഇപ്പോഴത്തെ ഇപ്രാവശ്യത്തെ നോമ്പൊക്കെ എങ്ങനെയുണ്ട്? ആ, സുഖമായിട്ട് പോകുന്നു. ഇന്നിപ്പോൾ നോമ്പ് എത്രയായി? നോമ്പ് ഇന്ന് 16ആയി. ഇപ്പം ഇത്രയും ദിവസം നോമ്പെടുത്തിട്ട് എന്താ നിങ്ങളൊരു അനുഭവം? ഇപ്പം എനിക്ക് ശാരീരികമായിട്ട് നല്ല സുഖമാണ് നോമ്പെടുക്കുന്നത്. പിന്നെ എന്താ പറയുക വെച്ചാൽ, പിന്നെ മറ്റുള്ള ഒരു ഇതൊന്നും പോകുന്നില്ല. ഇപ്പം ഞാൻ ഒരു ആക്സിഡൻറ്റ് സംഭവിച്ച് ഇപ്പോൾ കാലിന് സുഖമില്ല, പ്ലാസ്റ്റർ വെക്കാണ് വീട്ടിൽ. അപ്പോൾ നിങ്ങൾ ഈ ഒരു നോമ്പ് അനുഷ്ഠിക്കൽ തുടങ്ങിയിട്ട് എത്ര കാലമായി? 37 വർഷമായി. 37 വർഷത്തോളമായി. 36 വർഷമായി. 36 വർഷമായി അല്ലേ? അത് എങ്ങനെയാണ് ഈ ഒരു നോമ്പിലേക്ക് എത്താൻ കാരണം? ഇങ്ങനെയൊക്കെ നോമ്പെടുക്കണം, ഇങ്ങനെ നോമ്പെടുക്കണം നല്ലതെന്നൊക്കെ പറയാൻ കാരണം? അതിൻ്റെ കൂട്ടുകാരനുണ്ടായിരുന്നു, കൂട്ടുകാരൻ്റെ കുടിരിക്കൽ പറയാൻ വേണ്ടി പോയത് തന്നെ. അവൻ അല്ലിപ്പുറ സൈതാലി ബാവ, പിന്നെ അരങ്ങര വീട്, അവൻ്റെ പെങ്ങൾ വീട്. അപ്പോൾ ഇവരുടെ കുടിരിക്കൽ പറയാൻ വേണ്ടി പോയപ്പോൾ അവൻ്റെ പെങ്ങൾ വെച്ചു, ബാവ ചായ കണ്ട് വെച്ചു. അപ്പം ബാവ പറഞ്ഞ് നോമ്പല്ലേ ചായ കണ്ടായിരുന്നു. അപ്പോൾ വേലേട്ടനെ വെച്ച്, വേലേട്ടന് നോമ്പാണ് പറഞ്ഞ്. അപ്പം എൻ്റെ കാരൻ്റെതാണ് തുടക്കം അവിടെ നിന്നാണ് അല്ലേ? അപ്പോൾ ഇത്രയും വർഷത്തെ നോമ്പിന് ഫുള്ള് നിങ്ങൾ ആ 30 ദിവസങ്ങൾ നോമ്പ് അനുഷ്ഠിക്കും. പിന്നെ ഇത് ഇപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ നോമ്പൊക്കെ എടുത്തിട്ട് കാല് വേനമുണ്ടോ? ഇല്ല, നമുക്ക് ഇരിക്കണോ? ഇല്ല, ഇരുന്ന് സംസാരിക്കാം ആണെങ്കിൽ വേണ്ട. അപ്പോൾ ഇങ്ങനെ ഇപ്പം ഇത്രയും കാലങ്ങളൊക്കെ നോമ്പ് അനുഷ്ഠിച്ചിട്ട് നിങ്ങൾക്ക് അതുകൊണ്ട് ശരീരത്തിനൊക്കെ നല്ല ഊർജ്ജം, നല്ല സുഖമാണ്. കാണുന്നവർക്ക് പുറത്ത് കാണുന്നവർക്ക് വലിയ ക്ഷീണമായിട്ട് തോന്നുന്നു. അങ്ങനെ ശരീരം എനിക്ക് കുഴപ്പമില്ല. അത് ശരിയാണ്. നമ്മൾ നോക്കുമ്പോൾ നിങ്ങൾക്ക് ഒരു ക്ഷീണവും കാര്യം ഒരു ബുദ്ധിമുട്ടൊക്കെ തോന്നുന്നുണ്ട്. പക്ഷെ അതൊന്നും ഇപ്പോൾ നിങ്ങളെ ജോലിയിലില്ല. നിങ്ങൾ എന്തൊക്കെ ജോലിയാണ് ചെയ്യാറുള്ളത്? ഞാൻ എല്ലാ തൊഴിലിനും പോവും. പിന്നെ കാര്യത്തിപ്പോൾ പള്ളിക്കൽ, കരിപ്പൂര് മഞ്ചക്കാട് പള്ളിക്കൽ കവറെടുക്കാൻ പോകുന്നുണ്ട്. 2 കബർസ്ഥാനുണ്ട് അല്ലേ? അവിടുത്തെ ചെയ്തു തന്നെ. അവർ വിളിച്ചപ്പോൾ പിന്നെ മെഷീനൊക്കെ ആയിട്ട് ഇവിടുന്ന് പോവും. നിങ്ങൾ ഓർമ്മ ശരിയാണെങ്കിൽ എത്ര കബറടക്കം നടത്തിയിട്ടുണ്ടാവും? അത്രയും ഉണ്ടാവും അല്ലേ? എത്ര വർഷം ഇങ്ങനെ കബർ കുഴിക്കാനൊക്കെ പോലെ തുടങ്ങിയിട്ട്? 25 വർഷത്തിനടുക്കായിരുന്നു. 25 വർഷം അല്ലേ? ആ ജോലിയിൽ സംതൃപ്തിയാണോ? തന്നെ നാട്ടിലൊക്കെ എങ്ങനെ സപ്പോർട്ട് ഈ കാര്യങ്ങളിലൊക്കെ? കബർ വയ്ക്കാൻ പോകണിലൊക്കെ നല്ല അഭിപ്രായം പറഞ്ഞത്. പിന്നെ വേറെന്താ ജോലി? പിന്നെ കാറ്റ് വെള്ളത്തിൽ മരിച്ച ബോഡി എടുക്കാൻ പോകുന്ന പണിയാ. വെള്ളത്തിൽ മുങ്ങി മരിക്കണ്ടല്ലോ, ബോഡി എടുക്കാൻ പോകുന്ന പണിയാ അത്. പിന്നെ മയ്യത്ത് ഇവിടുന്നൊക്കെ ഉണ്ടെങ്കിൽ എടുക്കുക. ആക്സിഡൻറ്റ് കേസിൽ എല്ലാ ഇതിലും ഇടപെടും ഞാൻ. പിന്നെ മലപ്പുറം ജില്ല ട്രോമകാരൻ്റെ ഒരു അംഗമാണ്, വണ്ടേഴ്സാണ്. അപ്പോൾ എല്ലാ വിഷയത്തിലും ഇടപെടുന്നുണ്ട്. ശരി. വീട്ടിലാരൊക്കെ ഉണ്ട്? വീട്ടിൽ ഭാര്യയുണ്ട്, 3 മക്കളുണ്ട്, 3 മരക്കളുണ്ട്, 7 പേരക്കുട്ടികളുണ്ട്. മാഷാ അല്ലാ, മാഷാ അല്ലാ. ഇവരൊക്കെ നോമ്പ് അനുഷ്ഠിക്കലുണ്ടോ? ഇല്ല, അപ്പം അവർ എടുത്തിട്ടില്ല. ഇതിന് മുന്നെടുത്തിഞ്ഞോ? ഭാര്യയൊക്കെ എടുത്തിഞ്ഞു. എന്താ പലഹാരങ്ങളൊക്കെ ഉണ്ടാക്കുക വൈകുന്നേരം ആകുമ്പോൾ? ഇവിടെ എല്ലാ ഐറ്റംസും ഉണ്ട് വീട്ടിൽ. എന്തൊക്കെയാണെന്ന് പറഞ്ഞാൽ? ഫ്രൂട്ട്സ് സംബന്ധമായിട്ട് പിന്നെ മുന്തിരി ഉണ്ടാവും, ആപ്പിൾ ഉണ്ടാവും, പൈനാപ്പിൾ ഉണ്ടാവും, അങ്ങനെ ഫ്രൂട്ട്സ് സംബന്ധമായിട്ടുണ്ട്. പിന്നെ എന്തെങ്കിലും പലഹാരങ്ങൾ ഉണ്ടാക്കുന്നുണ്ടാവും. പിന്നെ പത്തിരി, ഇറച്ചി കറി,
എല്ലാം ഉണ്ടാവും. എല്ലാം ഉണ്ടാവും. നമ്മളൊരു പിന്നെ മുസ്ലിങ്ങളെ വീട്ടിൽ നോമ്പുതുറക്ക് ഉണ്ടാക്കുന്ന അതേമാതിരി നിങ്ങളെ വീട്ടിൽ നിങ്ങളെ പിന്നെ ഭാര്യ നിങ്ങൾക്ക് ഉണ്ടാക്കി തരും. നമുക്കൊരു ആകാംക്ഷ നിങ്ങളെ നോമ്പുതുറ കേൾക്കാനേ. തുടക്കം എങ്ങനെ കാരക്കൊണ്ട് തന്നെയാണ് പച്ചവെള്ളം കൊണ്ട് എങ്ങനെ ആ അപ്പോൾ അത് അങ്ങനെ സന്തോഷമായിട്ട് പോകുന്നുണ്ട്. പിന്നെ അങ്ങനെ പോയാൽ പൊലച്ചക്ക് എന്താ ഉണ്ടാകുക? പൊലച്ചക്ക് അത്താഴം ചോറ്, ചോറും കറിയൊക്കെ ഉണ്ടാവും അവിടെ. അകത്ത് കഴിക്കും. എപ്പോഴും എണീക്കാറ് പൊലച്ചക്ക്? 3:30-4 മണിക്ക് എണീക്കും തന്നെ. ശരി. എപ്പോഴും എണീക്കാറും ചോദിച്ചാൽ എന്താ അറിയോ, നമ്മൾ ചോദിക്കേണ്ട ആവശ്യമില്ല, എന്നാലും നിങ്ങളത് കേൾക്കാൻ നമുക്കൊരു ആകാംക്ഷ, അതുകൊണ്ട് ചോദിച്ചാണ്. അപ്പോൾ 3:30-4 മണിക്ക് എണീക്കും. അപ്പോൾ പൊലച്ച ചോറൊക്കെ കഴിച്ച് കിടക്കും. ജോലിക്ക് നോമ്പിന് ജോലിക്ക് പോവോ? ഓ ഇപ്പൊ നിങ്ങൾ ഈ കാലിന് പറ്റിയല്ലോ, ഈ കാലിന് പറ്റുമ്പോൾ നിങ്ങൾക്ക് കുറെ ഗുളിക കുടിക്കാനൊക്കെ ഉണ്ടാവും. അപ്പോൾ എന്താ ചെയ്യാൻ നോമ്പ് പറ്റാല്? നോമ്പ് പറ്റാല് ഞാൻ ഉച്ച കുടിക്കാനുള്ള ഗുളിക വൈകുന്നേരം നോമ്പ് 15 ദിവസം കുടിക്കും. പിന്നെ ഒരു ഗുളികനുള്ളൂ ഇപ്പം കഴിക്കാറുള്ളത് തന്നെ. അപ്പോൾ രാത്രി കഴിക്കും. ശരി. നോമ്പ് കഴിക്കും. ഈ പിന്നെ ഡോക്ടർമാരറിയാം നിങ്ങൾ നോമ്പ് വെൽക്കണമൊക്കെ? അന്നേരം അറിയാം. അവരെന്താ നിർദ്ദേശം നിങ്ങൾ മരുന്ന് കുടിക്കുമ്പോൾ? അപ്പോൾ അവരോട് പറയും ഇങ്ങനെ നോമ്പ് വെൽക്കുന്നുണ്ട്, നോമ്പ് പറ്റി കഴിഞ്ഞാൽ ഗുളിക കൊടുക്കാൻ ബുദ്ധിമുട്ട് വരും, അപ്പോൾ ഞാൻ നോമ്പ് 15 ദിവസം കഴിച്ചു കൊടുത്താന്ന് പറയും. ശരി ശരി. ഓക്കെ. അതെ. അപ്പോൾ സുഹൃത്തുക്കളെ, ഇതാണ് വേലയേതേട്ടൻ്റെ വിശേഷം. ഏകദേശം 36 വർഷമായി വേലയേതേട്ടൻ മുടങ്ങാതെ നോമ്പ് അനുഷ്ഠിക്കുന്നു. നമ്മുടെ നാട്ടിലൊക്കെ ഇങ്ങനത്തെ ആളുകളുണ്ടെന്ന് പറയുമ്പോൾ നമുക്കൊരു കൗതുകമാണല്ലോ. അപ്പോൾ നമ്മൾ അതേപോലെ തന്നെ നോമ്പ് തുറക്കാൻ നേരത്ത് വേലയേതേട്ടൻ കാരൊക്കെ വെച്ച് നോമ്പ് തുറക്കുന്നു, പത്തിരി കറികളൊക്കെ ഭാര്യ ഉണ്ടാക്കി കൊടുക്കുന്നു, പൊലച്ചക്ക് നേരത്തെ 3:30 മണിക്ക് കയറ്റിയിട്ട് അത്താഴം കഴിക്കുന്നു. ഇങ്ങനെയൊക്കെ കാലിന് പറ്റിയിട്ടും വേലയേതേട്ടൻ ഗുളിക മുടങ്ങാതെ കഴിക്കും രാത്രി. എന്നാലും നോമ്പ് ഒഴിവാക്കാറില്ല. എന്തായാലും നിങ്ങളെ ജീവിതം വളരെ ഹാപ്പിയാണ്, സന്തോഷമാണ് അല്ലേ? ഈ ഒരു ജീവിതം നിങ്ങൾക്ക് സന്തോഷമായിട്ട് മുന്നോട്ട് പോകുന്നുണ്ട്. വീട്ടിൽ നിന്നൊക്കെ എല്ലാവരും സപ്പോർട്ടാണ്, ഭാര്യ മക്കളും പേരമക്കളൊക്കെ എല്ലാവരും അല്ലേ? ഇത്രയും കാര്യങ്ങൾ നോമ്പ് പറ്റി നിങ്ങളോട് പറഞ്ഞോ? നോമ്പ് നിങ്ങൾ ഒഴിവാക്കി ഗുളിക കുടിക്കണമൊക്കെ ചോദിച്ചോ? ഒന്നും പറഞ്ഞിട്ടില്ല. വളരെ സപ്പോർട്ടാണ്. അപ്പോൾ എന്തായാലും ഇന്ന് നിങ്ങളെ വീട്ടിൽ ഇനി ഒരു ഗ്ലാസ് വെള്ളമായാലും തിരക്കില്ല, നമ്മൾ നിങ്ങളെ വീട്ടിൽ നോമ്പ് ഇറക്കണത് ആ ഒരു നല്ലൊരു സന്തോഷമുള്ള കാര്യമല്ലേ നമുക്കൊക്കെ? അല്ലേ? നിങ്ങൾക്ക് നല്ല ഇൻട്രസ്റ്റ് ഉണ്ട്. കാരണം പിന്നെ 2 ദിവസം ഇങ്ങനെ വിളിക്കണേ, എന്താ വരാത്ത ചോദിച്ചിട്ട് നോമ്പ് ഇറക്കാനേ. അപ്പോൾ ഇന്ന് എന്തായാലും നിങ്ങളെ വീട്ടിൽ നിന്ന് നോമ്പ് തുറന്ന് പോകാമെന്നുള്ള ഒരു ഉദ്ദേശത്തിൽ നമ്മൾ എന്തായാലും ഒരുപാട് കാലം ഇനി ഇതുപോലെ നോമ്പ് നോൽക്കാനും നോമ്പ് അനുഷ്ഠിക്കാനും ഒക്കെ ദൈവം തൗഫീഖ് നൽകട്ടെ, അനുഗ്രഹിക്കട്ടെ. ഒരു ബുദ്ധിമുട്ടും പ്രയാസവും ഇല്ലാതെ. ഇതുകൊണ്ട് നിങ്ങൾക്ക് ഒരുപാട് അസുഖങ്ങൾക്ക് കുറവുണ്ടാവും അല്ലേ? എന്തൊക്കെയാ നിങ്ങൾക്ക് മാറ്റങ്ങൾ ജീവിതത്തിൽ? ഇന്നലെ ചെന്നപ്പോൾ ചോറ് നോക്കുമ്പോൾ ചോറ് നോർമലാണ്, വീപ്പില്ല, അങ്ങനെയൊക്കെയുള്ള കുറവുണ്ട് അല്ലേ? അതിന് വലിയ കാര്യമാണ്. ശരി. അങ്ങനെ അപ്പോൾ വേറെ പ്രത്യേകിച്ചൊന്നുമില്ല. എന്താ പറയുക സുഹൃത്തുക്കളെ, ഇങ്ങനെ കാണുമ്പോൾ ആളൊരു സൈലൻ്റ്, ഒരു പച്ച പാവ ഇങ്ങനെ നിൽക്കട്ടോ. പക്ഷെ ഇങ്ങനെയൊന്നുമല്ല. മൂപ്പർക്ക് ഒരുപാട് ജോലികൾ. കബർ കൊയ്ക്കാൻ മൂപ്പര് നമ്മൾ കബർസ്ഥാനിലൊക്കെ പോലെ തുടങ്ങിയിട്ട് മൂപ്പര് 25 വർഷമായി കബർ വയ്ക്കാൻ പോകുന്നത്. അതുപോലെ തന്നെ ഈ ബോഡികൾ, വെള്ളത്തിൽ പോയ ബോഡികൾ എടുക്കാൻ പോകല് മൂപ്പര്. അതുപോലെ തന്നെ നമ്മളിപ്പം വയനാട്ടിലത്തെ ദുരന്തത്തിൽ നമ്മളെ ചൂരൽമല, അതുപോലെ തന്നെ നമ്മളെ ഇവിടെ നിലമ്പൂര്, കട്ടിപ്പാറ, കവളപ്പാറ, ഇവിടെയൊക്കെ പോയിട്ട് മൂപ്പര് ഒരുപാട് ബോഡികൾ എടുത്തിട്ടുണ്ട്. അതിനൊക്കെ മൂപ്പര് മുന്നിട്ടിറങ്ങുന്ന വ്യക്തി കൂടിയാണ്. അപ്പോൾ എന്തായാലും ഇതുപോലത്തെ ആളുകളെ നമ്മൾ സപ്പോർട്ട് ചെയ്യണം. ഇവർക്ക് വേണ്ട പ്രചോദനം നമ്മൾ കൊടുക്കണം. ഇവരെ നമ്മൾ ചേർത്ത് പിടിക്കണം. നമുക്ക് നോമ്പിറക്കാനായല്ലോ, നമുക്കൊരു 10 മിനിറ്റ് കഷ്ടിച്ചുള്ളൂ. അപ്പോൾ നമുക്ക് ഇനി പരിപാടിയൊക്കെ കിടക്കാം. അപ്പോൾ സുഹൃത്തുക്കളെ, നമ്മളെ ബാങ്ക് കൊടുക്കാറായിട്ടോ. ഇനിയിപ്പോൾ ഏകദേശം 1 മിനിറ്റ് 2 മിനിറ്റ് ഒക്കെ ഉണ്ടാവുള്ളൂ. അപ്പോൾ വേലയേതേട്ടൻ നമുക്ക് വേണ്ടി എല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ട്. കാരക്കുണ്ട്, നല്ല നാടൻ പഴമുണ്ട്, ഫ്രൂട്ട്സ് ഉണ്ട്, ജ്യൂസ് ഉണ്ട്, എല്ലാം സെറ്റാണ്. അപ്പോൾ ഇതൊക്കെ കണ്ടില്ല, ഇതന്നെ വേലയേതേട്ടൻ സ്ഥിരമായിട്ട് ഇവിടെ കാരക്ക വീട്ടിൽ കൊണ്ട് വെച്ചേക്കുക, നോമ്പ് 30-ന് നോമ്പ് ഇറക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതാണ് വേലയേതേട്ടൻ്റെ ഓരോ കാര്യങ്ങൾ. വെച്ചാൽ 36 വർഷം എന്ന് പറഞ്ഞാൽ എത്ര കാലമായില്ലേ അങ്ങനെ നോമ്പ് അനുഷ്ഠിക്കുന്നത് അല്ലേ? നമുക്ക് ചിന്തിക്കാൻ പോലും കഴിയില്ല. അപ്പോൾ ഒന്നൊരു ബുദ്ധിമുട്ടില്ല നോമ്പായിട്ട്. ഇല്ല. ഒരു ജോലിയൊക്കെ ഉണ്ട്, നോമ്പിന് ജോലിയൊക്കെ ഉണ്ടോ? നോമ്പുണ്ട്. ഇപ്പോൾ സുഖമുണ്ട്. ഇപ്പം ഈ കാലിനിങ്ങനെ പറ്റിയത് എല്ലാവരും അറിയോ? തന്നെ. എന്നിട്ടും പിന്നെ നോമ്പൊക്കെ എടുക്കാന്ന് പറയുമ്പോൾ നിങ്ങളൊരു ആ ഒരു നോമ്പിനോട്ടില്ലൊരു ഇല്ലേ ഒരു ഇൻട്രസ്റ്റ് ആണ് സത്യം പറഞ്ഞാൽ. നോമ്പ് വെക്കാന്നില്ലേ? നമ്മളിനി നോമ്പറക്കാം അല്ലേ ചേട്ടോ? നോമ്പറന്നാലോ? ഇതാ ബിസ്മില്ലാ. ഓക്കെ, ബിസ്മില്ലാ. നമ്മുടെ വേലയേതേട്ടൻ്റെ ഭാര്യയാണിത്. ചേച്ചിൻ്റെ പേരെന്താ? വള്ളി. അല്ലേ? നിങ്ങൾ ഇപ്പം നോമ്പ് പറ്റണോ? ഇപ്രാവശ്യം നോമ്പ് എടുത്തിട്ടില്ല. ഏട്ടൻ എടുക്കണുണ്ട് അല്ലേ? ഞാൻ 2 എടുക്കാത്തുള്ളൂ, എന്തൊക്കെ എടുത്തേ. അല്ലാത്ത വർഷമൊക്കെ നിങ്ങൾ എടുത്തിന്. 2 വർഷം കഴിയുള്ളൂ. ഏട്ടൻ 36 വർഷമായി. ഒരു 34 വർഷം നിങ്ങൾ നോമ്പ് എടുത്തിന്. എങ്ങനെയുണ്ട് നോമ്പിൻ്റെ അനുഭവങ്ങളൊക്കെ? നോമ്പ് നല്ലതാ.
നിങ്ങളിപ്പോൾ എന്താ പറയുക നമ്മളെ ആൾക്കാരെ ഇപ്പോൾ പ്രചോദനം ഇപ്പോൾ നിങ്ങളെ ആൾക്കാർ വീഡിയോ കാണുമ്പോൾ കാരണം വെച്ചാൽ നോമ്പ് നിങ്ങൾ നല്ലതാണെന്ന് പറയുമ്പോൾ നിങ്ങൾക്കിപ്പോൾ നോമ്പ് നോറ്റുകൊണ്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായിരുന്നോ? ഒരു ബുദ്ധിമുട്ടും ഇല്ല, നമുക്ക് നല്ലതാണ്. അപ്പോൾ നിങ്ങൾ ഏട്ടനിപ്പോൾ വൈകുന്നേരമൊക്കെ ആകുമ്പോഴത്തേന് പത്തിരിയും കറിയൊക്കെ ഉണ്ടാക്കി കൊടുക്കുന്നു അല്ലേ? പത്തിരിയും കറിയൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. ഫ്രൂട്ട്സും കാര്യം ചായയും വെള്ളമൊക്കെ അല്ലേ? അപ്പോൾ ഞാൻ സുഹൃത്തുക്കളെ നമ്മളിപ്പോൾ ഒന്ന് വന്നപ്പോൾ എന്താ പറയുക നമ്മളിപ്പോൾ ഒരു ഫ്രൂട്ട്സും കാര്യമൊക്കെ കഴിക്കാതെ ഇറച്ചി നോമ്പെന്ന് പോകുന്ന കരുതി. അപ്പോൾ നോക്കുമ്പോൾ ഇവിടെ ഇറച്ചിണ്ട്, പത്തിരി ഉണ്ട്. അപ്പോൾ ഇത് ഇന്ന് നമുക്ക് മാത്രമല്ല എന്നും ഇവിടെ ഉണ്ടാക്കണ ഈ വീട്ടിൽ ഒരു ദിവസമായിട്ടല്ല. അപ്പോൾ എന്തായാലും ചേച്ചി സന്തോഷമുണ്ട് ഈ കാര്യത്തിൽ. എന്താ കാലിനെന്താ പറ്റിയെന്നൊക്കെ അറിഞ്ഞ് കാലിന് മുറിയിട്ടാണ്. നിങ്ങൾ നോമ്പ് ഒഴിവാക്കാൻ പറഞ്ഞില്ല? നോമ്പ് ഒഴിവാക്കാൻ പറഞ്ഞു, ഒഴിവാക്കില്ലായിരുന്നു. ഒഴിവാക്കൂലായിരുന്നു അല്ലേ? ഒഴിവാക്കൂല. ആ നോമ്പെടുത്ത് മുന്നോട്ട് പോകണം തന്നെയാണ്. അപ്പോൾ ഏതായാലും നിങ്ങളെ ഒരു പരിപാടി ഈ ഒരു കാര്യം നോമ്പ് നോൽക്കുക അങ്ങനെയൊക്കെ റമദാൻ മുഴുവനായിട്ട് നോമ്പ് അനുഷ്ഠിക്കുക. നിങ്ങളിപ്പോൾ 2 വർഷമായിട്ട് മാറിന്ന് അപ്പോൾ എന്താ മാറിക്കാൻ കാരണം? സുഖമില്ലായി അല്ലേ? നമ്മളിപ്പോൾ നോമ്പുറൊക്കെ വന്നപ്പോൾ നിങ്ങൾ മോശമാക്കിയില്ല. നമ്മളെ വീട്ടിലിപ്പോൾ ഇത്ര സാധനം ഉണ്ടായില്ല നോമ്പുറയ്ക്ക്. അപ്പോൾ അതിലേറെ സാധനങ്ങൾ ഇഷ്ടംപോലെ എല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ട്. എന്തായാലും ഇന്ന് കുറവാണ്. അത് ശരി, നമ്മൾ പെട്ടെന്ന് വന്നപ്പോൾ ആയിരിക്കും അല്ലേ? എന്തായാലും കുഴപ്പമില്ല, ഇല്ലോട്ട് നമ്മൾ നോമ്പ് തുറക്കുക. നമ്മളെ പഠിപ്പിച്ചെന്താ അറിയാം, ഒരു കാരക്കൻ്റെ ചുളൻ്റെ പീസ് ഉണ്ടായാലും നോമ്പ് തുറക്കാന്ന്, ഒരാളെ തുറപ്പിക്കാന്നാണ് പറഞ്ഞത്. അതിന് കുറേ സാധനം വേണമെന്നില്ല. അപ്പോൾ എന്തായാലും നിങ്ങൾ ഇത്തിരി സാധനങ്ങൾ നമുക്ക് ഉണ്ടാക്കിയെന്നല്ലോ, സന്തോഷമുണ്ട്. അപ്പം നിങ്ങളെ കൂടെ ഒരു നോമ്പ് തുറക്കാമെന്ന് എനിക്ക് കുറേ കാര്യത്തിൽ ആഗ്രഹിച്ചു. അതിന് ഇവിടെ സഫലീകരിച്ചു. അപ്പോൾ എന്തായാലും ഇനിയൊരു പാട് കാലം നിങ്ങൾക്ക് നോമ്പ് വെൽക്കാനും ഏട്ടന് നോമ്പ് നോൽപ്പിക്കാനൊക്കെ ദൈവൻ കനിഞ്ഞനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. വലുതട്ടോ നോമ്പുതൊക്കെ വളരെ ഉഷാറായി, അടിപൊളിയായി. നമ്മൾ പ്രതീക്ഷയിലെ അപ്പുറമായിരുന്നു. സന്തോഷം. അപ്പോൾ നമ്മളിനി പോവാണ്. നേരെ 7 മണി കഴിഞ്ഞില്ലേ? അപ്പോൾ എന്തൊക്കെ നിങ്ങൾക്ക് ഈ നിങ്ങളെ പോലത്തെ ആൾക്കാർ ഇപ്പോൾ പല ആൾക്കാർ നോമ്പെടുക്കാൻ പിന്നെ ഇൻട്രസ്റ്റ് ഉള്ളവരുണ്ട്, എന്താ നിങ്ങൾക്ക് പറയല്? എടുക്കുന്നത് നല്ലതാണെന്ന് എൻ്റെ അഭിപ്രായം പറഞ്ഞത്. ആരോഗ്യപരമായിട്ട് നല്ല ഇതുണ്ട്. കാരണം നമ്മളൊരു വർഷത്തിൽ നമ്മൾ 11 മാസം കഴിച്ചു കൂട്ടുന്ന മുഴുവൻ നമ്മൾ സ്ഥലത്ത് നിൽക്കല്ലേ. അത് നമുക്കൊരു മാസം കൊണ്ട് നേരെ പോയി തീരും. തന്നെയാണ് ഒരു ആരോഗ്യപരമായിട്ട് കാണുന്നത്. അതെ. അപ്പോൾ എന്തായാലും നമ്മൾ ഇറങ്ങുകയാണ്. നമ്മൾ വീട്ടുകാരോടൊന്നും നമ്മൾ പോകാമെന്നൊന്ന് പറയട്ടെ, ജസ്റ്റ് ഒന്ന് പറയട്ടെ എല്ലാവരോടും. ഇതാ ചേച്ചി, അപ്പോൾ വരി നമ്മൾ പോവാണ്. അപ്പോൾ സന്തോഷമായിട്ട് നിങ്ങൾ നോമ്പുതരൊക്കെ ഇങ്ങോട്ട് വിളി. സന്തോഷമായിട്ട് നിങ്ങൾ നോമ്പുതരൊക്കെ പങ്കെടുത്തു, ഉഷാറായി. നേരത്തെ പറഞ്ഞ പോലെ ഇനി ഒരുപാട് കാലം ഇങ്ങനെയൊക്കെ ഒത്തൊരുമിച്ച് ജീവിക്കാൻ കഴിയട്ടെ, നോമ്പെടുക്കാൻ കഴിയട്ടെന്ന് പ്രാർത്ഥിക്കുകയാണ്. അപ്പോൾ ഇനി ഇൻഷാ അല്ലാഹ് അടുത്ത നോമ്പുറക്കം നമുക്ക് കാണാം.